കേരള ആരോഗ്യവകുപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ള അതീവ നാടകീയമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 35 ദിവസങ്ങൾ, അതേ ഭരണതലത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഈ 35 ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു. 10 വർഷത്തോളമായി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പുകഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു തർക്കത്തിനാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ കടുത്ത നീക്കങ്ങളിലൂടെ താൽക്കാലികമായി ശമനം വരുത്തിയിരിക്കുന്നത്. ഇതിനെ വെറുമൊരു സ്ഥലം മാറ്റമെന്നോ സാധാരണ ഭരണപരമായ മാറ്റമെന്നോ വിളിച്ച് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും കടുത്ത രാഷ്ട്രീയ ഭരണപക്ഷ നീക്കങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് പകൽ പോലെ വ്യക്തമാകുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്തിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ പെട്ടെന്നൊരു ദിവസം മാറ്റാൻ സർക്കാർ തീരുമാനിക്കുന്നു. സാധാരണ രീതിയിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കോടതി മുൻപാകെ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നുമല്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും അനുകൂലമായ ഒരു സ്റ്റേ ഓർഡർ സമ്പാദിച്ച് ആ കസേര സംരക്ഷിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവിടെയാണ് ഭരണപക്ഷത്തിൻ്റെ അടുത്ത അടവ് പുറത്തെടുത്തത്. ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെ മറികടക്കാൻ സർക്കാർ ഒട്ടും സമയം കളയാതെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ട്രൈബ്യൂണൽ സ്റ്റേ നൽകിയത് എന്ന സർക്കാരിൻ്റെ വാദം ഒടുവിൽ ഹൈക്കോടതിയും അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ കോടതി വിധിക്ക് ശേഷവും കാര്യങ്ങൾ ശാന്തമായിരുന്നില്ല. തനിക്ക് ലഭിച്ച കസേരയിൽ നിന്നും മാറാൻ തയ്യാറാകാതെ ഓഫീസിനുള്ളിൽ വെച്ച് തന്നെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കാൻ ആ ഉദ്യോഗസ്ഥ മുതിർന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പോലീസിനെ ഉപയോഗിച്ച് അവരെ ഫിസിക്കലായി അവിടെ നിന്നും മാറ്റാമായിരുന്നു. പക്ഷേ അവിടെയും ഭരണപക്ഷം അതീവ ജാഗ്രതയോടെയാണ് കരുക്കൾ നീക്കിയത്. യാതൊരു കാരണവശാലും ബലം പ്രയോഗിച്ചവരെ മാറ്റരുതെന്നും പോലീസിനെ തടഞ്ഞു നിർത്തി സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുമുള്ള കർശന നിർദ്ദേശം മുകളിൽ നിന്നും ഉണ്ടായി. ഒടുവിൽ പുതിയ DHS ചാർജ് എടുത്ത് കസേരയിൽ ഇരുന്നപ്പോൾ അവർക്കതിൻ്റെ തൊട്ടടുത്ത കസേരയിലിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായ പ്രതികാരമില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും സർക്കാരിൻ്റെ നയങ്ങളോട് പൂർണ്ണമായി സഹകരിക്കാത്തവർക്ക് ഇനി ഈ സിസ്റ്റത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്ന വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ ഉയർന്നു വന്ന ചില ഗുരുതരമായ ആരോപണങ്ങളും ഈ നീക്കങ്ങൾക്ക് വേഗത കൂട്ടിയിട്ടുണ്ടാകാം. എന്തായാലും കേവലം 35 ദിവസത്തെ കടുത്ത നീക്കങ്ങൾക്കൊടുവിൽ ആരോഗ്യവകുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു അട്ടിമറി തന്നെയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റുദ്യോഗസ്ഥർക്കുള്ള ഒരു ശക്തമായ സന്ദേശം കൂടിയാണ്. വരും ദിവസങ്ങളിൽ ഈ തർക്കം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലൊക്കെ നോക്കിയിട്ട് ചെയ്യാം. 35 ദിവസം കൊണ്ട് 10 വർഷത്തെ ദുരിതങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. നോക്കാം നമുക്കെല്ലാം. ഭരണത്തിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. അതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചു. ഒരു കാര്യം ഞാൻ പറയാം. DHSൻ്റെ ചുമതല ഏൽപ്പിച്ച ഡോക്ടർ മീനാക്ഷി നല്ല രീതിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട നിർദ്ദേശം നൽകാനും സജീവമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു തർക്കം ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. പിന്നെ മാറ്റപ്പെട്ട വ്യക്തി ഇവിടെ ഓഫീസിൽ വന്ന് ഒരു സീനുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ പോലും ഗവൺമെൻറ് ആത്മസംയമനം പാലിച്ചു. കാരണം അന്ന് പോലീസിന് കൊടുത്ത കർശനമായിട്ടുള്ള നിർദ്ദേശം ഒരു കാരണവശാലും അവരെ ഫിസിക്കലായി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല. ഒരു കസാല ഇരുന്നോട്ടെ, അതിൻ്റെ സൈഡിലെ കസാലയിലിരുന്നു. ഇപ്പോഴത്തെ DHS കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള തർക്കങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആരോടും സർക്കാരിന് ഒരു പ്രതികാരവുമില്ല. സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹായിക്കുന്നവർ അതേത് സർക്കാരിൻ്റെ കാലത്ത് വെച്ചാലും സർക്കാർ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവർക്കുള്ള പൂർണ്ണ സംരക്ഷണം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവും. ഇപ്പം തന്നെ ഹെൽത്തിലെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചവരാണ്. അവരാരെയും തന്നെ മാറ്റിയിട്ടില്ല. കാരണം അവർ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നുണ്ട്. അതൊക്കെ ഇത് ഭരണപരമായി ചില കാര്യങ്ങൾ ചില മാറ്റങ്ങളുണ്ടാകും. അപ്പം അങ്ങനെ മാറ്റങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില എന്താ പറയുക കോടതിയുടെ ഭാഗത്ത് ചിലപ്പോൾ ചില സ്റ്റേയും കാര്യങ്ങളും ഉണ്ടാകും. അത് കോടതിയിലൂടെ തന്നെ വെക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകും. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടൊന്നും ആരോടും പ്രതികാരം ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള
എല്ലാ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ സർക്കാരിൻ്റെ നയങ്ങളോട് സഹകരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോ ഉയരുന്നൊരു വിഷയം അവർ പറയുന്നത്, ഡോക്ടർ റീന ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അവരെ ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അതിന് തത്തുല്യമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. മറിച്ച് ഒരു ഡീപ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഒരിക്കലും ഒരു ഡീ പ്രമോഷൻ അല്ല, ഇതിന് അതേ സ്റ്റാറ്റസ് ഉള്ളതാണ് കൊടുക്കുക. അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവീസ് ഉള്ളപ്പോൾ അതേ പോസ്റ്റിന് തത്തുല്യമായിട്ടുള്ള പദവിയാണ് സാധാരണ കൊടുക്കാറ്. ഈ പോസ്റ്റും അങ്ങനെ തത്തുല്യമായിട്ടുള്ള പദവി തന്നെയാണ്. മറ്റൊന്ന് ഈ സ്ഥിരം DHS-ന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉടൻ ഉണ്ടാകും? അല്ല, അത് ഏതായാലും നോക്കിയിട്ട് ചെയ്യും. കാരണം ഇപ്പോഴത്തെ DHS പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. സ്ഥിരം DHS-ന്റെ കാര്യം ആലോചിച്ച് തീരുമാനിക്കും. മീനാക്ഷിക്കെതിരെ ഇപ്പോൾ ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ പകർച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. പക്ഷേ നാളെ അടിയന്തരമായി DMO-മാരോട് ഉൾപ്പെടെ തലസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ജില്ലകളിലും കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. എന്നാൽ ഒരു അവലോകനം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ ചില യോഗങ്ങൾ വിളിക്കേണ്ടി വരും. 57,000-ഓളം ജീവനക്കാരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അതല്ലാതെ ഇതൊന്നും ആർക്കെതിരായിട്ടുള്ള ആക്ഷേപമല്ല. മന്ത്രി അറിയാതെയൊന്നും ഈ DHS-ഓ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ അങ്ങനെ പ്രവർത്തിക്കില്ല. അവർക്കൊക്കെ ഫുൾ ഫ്രീഡം സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ഗവൺമെൻറ് നയങ്ങളോട് യോജിക്കണം എന്ന് മാത്രം. ഡോക്ടർമാരുടെ അഡ്വൈസ് ആയിട്ടും അതിൽ ആരോഗ്യ വകുപ്പ് തുടർ നടപടി സ്വീകരിക്കുന്നില്ല. ഏതായാലും ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. 35 ദിവസം കൊണ്ട് 10 വർഷത്തെ ദുരിതങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. നോക്കാം, നമുക്ക് എല്ലാം ആലോചിച്ച് ചെയ്യാം.